നമുക്കിതിൻ്റെ കുറച്ച് ഇലകൾ പറിച്ചെടുക്കാം. നല്ല ഇലകളാണ് ഞാൻ പറിച്ചെടുക്കുന്നത്, അതായത് പിഞ്ചായിട്ടുള്ള ഇലകൾ കേട്ടോ. ഇങ്ങനെ ഇലകൾ പറിച്ചെടുക്കുന്നത് കൊണ്ട് ചെടിക്ക് ഒരു കുഴപ്പവും ഇല്ല. എന്നാൽ ചെടിക്ക് കൂടുതൽ കായ്ഫലം തരുവുള്ളൂ, വിത്തിന് വലുപ്പം കൂടുകയുള്ളൂ ഇങ്ങനെ പറിച്ചെടുക്കുകയാണെങ്കിൽ. ഇപ്പം ഞാനിവിടെ ഇലകളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എത്ര പേര് ഇതിൻ്റെ ഇല കറി വയ്ക്കാറുണ്ട്? ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ് കേട്ടോ. ഇതിന് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ വൈറ്റമിൻ കെ ഉണ്ട്. ഇപ്പം ഞാൻ ഇല പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതുപോലെ ഞാനതിനെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. എത്ര പേര് ഇതിൻ്റെ ഇല കറി വയ്ക്കാറുണ്ടെന്ന് പറയണേ. ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഇലയാണ് കേട്ടോ. ഇത് സ്വീറ്റ് പൊട്ടറ്റോയുടെ ലീവ്സ്, അതായത് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ഇലകളെ. ചെറുപ്പത്തിലൊന്നും ഞാനിത് അമ്മച്ചി കറി വെച്ച് കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പലരും ഇത് കറി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഇലയാണ് ഇതെന്ന്. അപ്പം നമുക്കിത് തോരൻ വെച്ചോ എങ്ങനെ വേണേലും നമുക്കിത് കഴിക്കാം കേട്ടോ. നമുക്ക് ഞാനിത് കറി വയ്ക്കാൻ പോവുകയാണേ. പ്രത്യേകിച്ച് നമുക്ക് നോയമ്പിലിടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് സ്വീറ്റ് പൊട്ടറ്റോയുടെ ലീവ്സ് കറി വയ്ക്കും. അപ്പോൾ നമുക്ക് ഈ ഇലകളെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഒരുപാട് ധാതു ലവണങ്ങളും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയ ഒരു ഇലയാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഇല കേട്ടോ. ഇങ്ങനെ അരിയുമ്പോൾ നമ്മൾ നോക്കണം കേട്ടോ, അതിൻ്റെ അത് നോൺ വെജ് എന്തെങ്കിലും ഉണ്ടോയെന്ന്, അതായത് പുഴുക്കളോ കൊച്ചുകളോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതൊരു നോൺ വെജ് കറിയായി പോകും. അപ്പം ഞാൻ ഇലയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ചീരയുടെ ഇലയും കൂടി ഇതിൻ്റെ അത് ഇട്ടു കേട്ടോ. 2 ചീരത്തൈ നിപ്പുണ്ടായിരുന്നേ, അതും കൂടെ പറിച്ചിട്ടു. ഇത് നമ്മൾക്ക് തോരന് ഇടാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ഉള്ളി എടുത്തിട്ടുണ്ട്, സബോളയുടെ പകുതി, അതുപോലെ വെളുത്തുള്ളിയുണ്ട്, അതുപോലെ മുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇനി നമുക്ക് കൊണ്ടുപോയി തോരൻ വയ്ക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏലക്കറിയല്ലേ, അപ്പോൾ നമ്മൾ സ്റ്റിർ ഫ്രൈ പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില ഒക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ മൂടി വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. 1 മിനിറ്റായി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് അല്ലേ ഉള്ളൂ ഐറ്റം. ഇത് മൂടിയിരുന്ന് തേങ്ങയ്ക്കും കൂടെ ഒന്ന് ആവി കയറട്ടെ. ഇതിവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ച് കലക്കിയിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലൊക്കെ ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് സ്വല്പം ബട്ടർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇല ഇതിങ്ങനെ മാറ്റി വെച്ച് ഇതിൻ്റെ നടുക്കോട്ട് സ്വല്പം സ്ഥലം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് ഒരു സ്വല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടേനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് തീ കൂട്ടി വയ്ക്കാം. ഇങ്ങനെ ഒന്ന് ചിക്കിപ്പിടിച്ചെടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമുക്കിനി നന്നായിട്ട് തോരാൻ വേണ്ടി അതുപോലെ ഒന്ന് ചിക്കി വെക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് ഈ ഇലയൊക്കെ ഒന്ന് തോർന്ന് കിട്ടും. ഈ ചീലക്കിഴങ്ങിൻ്റെ ഇലയ്ക്ക് ഒരു സ്വല്പം ഭയങ്കര മയമാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ മുരിങ്ങയില പോലെ വരത്തില്ല. കുറച്ച് ഇതുണ്ട്, ഇങ്ങനെ ഇച്ചിരി കുഴഞ്ഞിലിരിക്കുന്നത് ഈ രീതിയിൽ വരുള്ളൂ. ചീനിക്കിഴങ്ങല്ലേ, അപ്പോൾ അത് കുറച്ചൊരു മധുരം പോലെയൊക്കെ ഉണ്ട് ഈ ഇലയ്ക്ക്. പക്ഷെ നല്ലതാണ്, കഴിക്കാൻ നല്ലതാണ് കേട്ടോ, രുചിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്നതുകൊണ്ടേ ചപ്പാത്തിക്ക് കൂടെ കഴിക്കാൻ നല്ലത് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ലതാണ്. ഇതിങ്ങനെ തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണെങ്കിലും കഴിക്കാം. അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 2 മുട്ട അങ്ങോട്ട് തരണം. അന്നേരം കുറച്ചും കൂടെ മുട്ടയൊക്കെ ആയിക്കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും.
നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കിയല്ലേ, ഉണ്ടാക്കി നോക്കിയല്ലേ. തോരനായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രുചിയാണ്. മുരിങ്ങയിലയുടെ പോലെ ഇങ്ങനെ നാരില്ല. മുരിങ്ങയിലേക്ക് കുറച്ചും കൂടെ നാരുണ്ടല്ലോ. ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇലയാണ്. ഇപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ആർക്കെങ്കിലുമൊക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ടെങ്കിൽ മധുരക്കിഴങ്ങിൻ്റെ ഇല ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ബൈ.